ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ വർക്കല ബീച്ചിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അസ്തമന സൂര്യൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. കുറേ നേരം നമ്മൾ കടൽത്തീരത്തിങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. എത്ര നോക്കിയിരുന്നാലും നമുക്ക് മനസ്സിനകത്ത് സന്തോഷമാണ്. ഓരോ മൗനം വാചാലമാവുന്ന വിത്തലാണ്. പല തിരമാലകളും ആർത്തിരമ്പി എന്തിനോ വേണ്ടി ആർത്തിരമ്പി വരുന്ന ആ ഒരു കാഴ്ച കാണുമ്പോൾ നമുക്ക് എന്തൊക്കെയോ സാധിക്കാൻ പോകുന്ന ഒരു വെപ്രാളത്തിലാണ് കരയോടടുക്കാൻ പറ്റുന്ന ആ ഹൂങ്കാര ശബ്ദത്തോടെ. അപ്പോൾ അവിടെ വന്ന് വെറുതെ തട്ടി അരച്ച് വീണ്ടും കടലിലോട്ട് തന്നെ പോകുമ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നല്ലതുപോലെ ആർത്തട്ടഹസിച്ച് വരുന്ന തിരമാലകൾ എത്ര നോക്കിയിരുന്നാലും നമുക്ക് മതി വരികയില്ല. ഇപ്പം ഇച്ചിരി വെയിലുള്ള സമയമായതുകൊണ്ട് വലിയ തിരക്കില്ല. അതുകൊണ്ട് നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ഇത് ആസ്വദിക്കാൻ നോക്കും. ഇത് വൃത്തികേടൊന്നും ഇല്ലാത്തൊരു തീരമാണ്. എന്താ കടലിലിരമ്പി വരുന്നുണ്ടില്ലേ. കടൽ തീരത്ത് പോയാൽ എൻ്റെ ഏറ്റവും വലിയ ഹോബിയാണ്. തീരത്ത് മണലിനകത്ത് കടലമ്മയെന്ന് എഴുതും. എത്ര പൊക്കത്തിൽ എഴുതിയാലും അത് കടൽ തിരമാല വന്നത് മായ്ച്ചു പോകുന്ന ഒരു സങ്കല്പമുണ്ട്. ഞാൻ എവിടെ പോയാലും അത് എഴുതി വെക്കും. അത് മായ്ച്ചിട്ടുണ്ട്. അപ്പോൾ അത്ര വലിയ തിരമാലകൾ കരയിലോട്ട് അടുക്കുന്ന കാണാം. അപ്പം കണ്ടില്ലേ, ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. വലിയ വലിയ തിരമാലകൾ ഇങ്ങോട്ട് വന്നിട്ട് കയറി അത് മായ്ച്ചു കണ്ടില്ലേ. ആ ഏറ്റവും വലിയ തിരമാല വന്ന് ഇത്ര മേലെ വരെ വന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഹോബി. ഈ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് താഴത്തിലാണ്. താഴ്ച ഉണ്ട്. റോഡിൽ നിന്ന് നല്ലപോലെ കടലെടുത്തിട്ടുണ്ട് ഒത്തിരി ഭാഗങ്ങൾ. അപ്പോൾ നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ്റെ ആ ഒരു അവസ്ഥയിലാണ് ഇവിടെ വന്നത്. അപ്പോൾ അതെല്ലാം പ്രഭാവം എല്ലാം മാറി വേറൊരു സ്റ്റേജിലോട്ടായിട്ടുണ്ട് സൂര്യൻ. നമ്മൾ നോക്കി നിൽക്കാൻ തന്നെ ആ ഭാവമാറ്റങ്ങൾ കാണുന്നത് തന്നെ ഭയങ്കര ഒരു അനുഭൂതിയാണ്. നമ്മളെത്ര ഇതാണ് പ്രകൃതിയുടെ പ്രതിഭാസം എന്ന് പറയുന്നത്. എല്ലാത്തിനും ഓരോ മാറ്റങ്ങളുണ്ടാവും. ഇതിൽ നിന്നൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇതിനും കാലചക്രത്തിൻ്റെ അകത്ത് അതീതനല്ല എന്നുള്ളത് നമ്മളാരും തന്നെ. സൂര്യൻ എന്ന പ്രതിഭാസം തന്നെ കണ്ടില്ലേ, എത്ര കത്തിച്ചൊരിച്ച് നിന്നതാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ കണ്ടില്ലേ. ഇതാണ് പ്രപഞ്ച സത്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ സായാഹ്ന സൂര്യൻ കടലിൻ്റെ താഴെത്തട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഏതാനും നിമിഷത്തിനകം ശോഭ. ഇപ്പോൾ ആ ശോഭ കടലിൻ്റെ വെള്ളത്തിന് വ്യക്തമായി അപ്പം നമുക്ക് തോന്നുന്നത് വെള്ളത്തിൽ മുക്കി ആ രശ്മികളെല്ലാം ശക്തി കുറഞ്ഞ് റൗണ്ട് ഗോളമായിട്ട് മാറി. മിനിറ്റുകൾക്ക് ശേഷം അത് അപ്രത്യക്ഷമാകും. നമ്മൾ നോക്കി നിൽക്കുക തന്നെയാണ് അതില്ല. അതണ്ട ഇപ്പോൾ പൂർണ്ണമായിട്ടും മറഞ്ഞൊരു ചെറിയ നേരിയ പ്രകാശം മാത്രമേ കാണാനുള്ളൂ.
ഇപ്പം നമുക്ക് എന്തെന്നില്ലാത്തൊരു വ്യസനവും ഉണ്ടാകുന്നുണ്ട്. കണ്ടില്ലേ?